എല്ലാവർക്കും നമസ്കാരം. മാസ്റ്റേറ്റിലേക്ക് സ്വാഗതം. ഉത്രാടം നക്ഷത്രക്കാർക്ക് വരുന്ന ഏപ്രിൽ 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. ഉത്രാടം നക്ഷത്രക്കാർക്ക് വരുന്ന ഏപ്രിൽ 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. ആദ്യം തന്നെ മൂൺ കാർഡ്, King of Wands, Nine of Cups, Seven of Swords, Ace of Pentacles, Three of Swords. ഉത്രാടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം മൂൺ കാർഡ് ആൻഡ് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. സാമ്പത്തികമായിട്ട് ചില കാര്യങ്ങളിൽ പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരു വ്യക്തത ഉണ്ടാകുന്നുണ്ട്. സാമ്പത്തികമായിട്ടുള്ള സാമ്പത്തികം എന്ന് പറയുമ്പോൾ ഒരു വരുമാനം, നമുക്കൊരു സാമ്പത്തികം കൊണ്ടുവരുന്നത് നമ്മുടെ വരുമാനമാണ് പ്രധാനമായിട്ടും ഭൂരിഭാഗം ആളുകളെ സംബന്ധിച്ചിടത്തോളം. ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ നിങ്ങൾക്കുടെ മുമ്പിലുണ്ടായിരുന്ന സാമ്പത്തികമായിട്ട് നിങ്ങളുടെ മുന്നേറ്റത്തിന് സാധ്യത തെളിയിക്കുന്ന വരുമാന മാർഗം, അത് ജോലിയാവട്ടെ ബിസിനസ് ആവട്ടെ, അത് എങ്ങനെ ഏത് തരത്തിൽ ഏത് പാതയിലൂടെ പോകണം എന്നൊക്കെ കാര്യത്തിൽ നിങ്ങൾക്കൊരു വ്യക്തത ഇല്ലായിരുന്നു. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നല്ലൊരു ജോലിയാണെങ്കിലും പെർമനൻ്റ് ടെമ്പററിയോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ജോലിയാണെങ്കിലും നിങ്ങൾക്കൊരു ഇത് തന്നെയാണ് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഇതാണ് എനിക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടത് എന്നുള്ള ഒരു വ്യക്തത നിങ്ങൾക്കിപ്പോഴും ഇല്ലാത്തൊരു സാഹചര്യമായിരിക്കാം. അതായത് നിങ്ങളിപ്പോൾ ജോലി ചെയ്യുന്നു, മാസാവസാനം ശമ്പളം കിട്ടണം എന്നുള്ള ഒരു കാര്യം കൊണ്ടിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ജോലിയിൽ ചുറ്റുപാടും താല്പര്യം ഉണ്ടാവില്ല, എന്നാലും ആ ജോലിയിൽ നിൽക്കുന്നുണ്ടാവാം. അതായത് നിങ്ങൾക്ക് വ്യക്തത ഉണ്ടാകുന്നില്ല, ഇതിൽ തന്നെ നിന്നാൽ മുന്നോട്ടേക്ക് സാധ്യതകളുണ്ടോ, മുന്നോട്ടേക്ക് പ്രയോജനമുണ്ടോ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള സംശയമായിരിക്കാം. അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള ഫീൽഡിൽ നിങ്ങൾക്ക് ജോലി, ആ ഒരു ഫീൽഡ് മാറുന്നതാണോ നല്ലത്, അതോ ഈ ഫീൽഡിൽ തന്നെ നിൽക്കണോ, അതോ ഈ ജോലിയിൽ നിങ്ങൾ പ്രൈവറ്റ് ജോലിയാണെങ്കിൽ അതിൽ നിൽക്കണോ, അതോ നിങ്ങൾ ഗവൺമെൻറ് ജോലിയിലേക്ക് മാറണം. ഇങ്ങനെയൊക്കെയുള്ള പല പല ചിന്തകൾ, ഒരു വ്യക്തതയില്ലായ്മ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഒരു വ്യക്തത വരുന്ന മാസമായിരിക്കും ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ വരുമാന മാർഗം ഏത് രീതിയിലാകണം എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ, പക്ഷെ എന്തുകൊണ്ടോ നിങ്ങൾക്ക് ജോലി ഒരു സ്ട്രെസ്സാണ്. അപ്പോൾ സ്വന്തമായിട്ടൊരു ബിസിനസ് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, സ്വന്തമായിട്ടൊരു ബിസിനസ് ആയാൽ എങ്ങനെയുണ്ട് എന്നുള്ളൊരു ചിന്ത ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ അത് നിങ്ങൾ ചിലപ്പോൾ ബിസിനസ്സിലേക്ക് ഇറങ്ങാം. അല്ലെങ്കിൽ ബിസിനസ് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്, പക്ഷേ അതൊരു സ്ട്രെസ്സാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ജോലി തൽക്കാലം വരുമാന മാർഗം എന്നുള്ള രീതിയിൽ എന്നുള്ള ചിന്തയുള്ളവർക്ക് അതിലേക്ക്, അതായത് നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ജീവിതത്തിൽ നിങ്ങളുടെ വരുമാനവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് തീരുമാനമെടുക്കുന്ന സമയമാണ് ഈ ഒരു മാസം. ആ ഒരു എനർജി കാണിക്കുന്നുണ്ട്. അതേപോലെ കിങ് ഓഫ് ഫോൺസ് ആൻഡ് സെവൻ ഓഫ് സോർട്സ് എനർജിയാണ് ഇവിടെ പറയാനുള്ളത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജോലി സംബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ, ഇപ്പോൾ നിങ്ങളുടെ ജോലിയിൽ നിങ്ങളുടെ എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക എന്നുള്ളതാണ്. കാരണം ഈ ഒരു മാസത്തിൽ ജോലിയിൽ നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകുന്നുണ്ട്. അതേപോലെ യാത്രകൾ ജോലി സംബന്ധമായിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പം ജോലി സംബന്ധമായിട്ട് ട്രാവൽ ചെയ്യേണ്ടുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിലൂടെ വളരെ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ ജോലി സംബന്ധമായിട്ട് യാത്രകൾ ചെയ്യേണ്ട സാഹചര്യം വരുന്നുണ്ട് ഈ ഒരു മാസത്തിൽ. ജോലിയുമായിട്ട് ബന്ധപ്പെടുത്തി വിദേശത്തേക്ക് പോകാൻ ട്രൈ ചെയ്യുന്നവർക്ക് അതിനുള്ളൊരു അവസരം ഈ ഒരു ഏപ്രിൽ മാസത്തിൽ കിട്ടുന്നുണ്ട്. ജോലിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് മറ്റു രാജ്യത്ത് പോയിട്ട്, വിദേശ രാജ്യത്ത് പോയിട്ട് അവിടെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി. അതുപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ച് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം, നിങ്ങൾ ജോലി ചെയ്യുന്നു, ഇപ്പോൾ നിങ്ങളുടെ ഓഫീസിൽ നിങ്ങളോട് വലിയ താല്പര്യമില്ലാത്തൊരു വ്യക്തി ഉണ്ടെന്നിരിക്കെ, അതായത് നിങ്ങളുടെ കൊളീഗ്സ് ആരെങ്കിലും നിങ്ങളോട് വലിയ താല്പര്യമില്ല നിങ്ങൾക്ക് അറിയുന്നുവെങ്കിൽ, നിങ്ങൾ കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റെ പാസ്വേഡൊക്കെ എപ്പോഴും എഴുന്നേറ്റ് പോകുമ്പോൾ സേഫായിട്ട് ലോക്ക് ചെയ്തിട്ട് പോകാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഫിസിക്കലായിട്ടുള്ള ഫയലോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ടേബിൾ എവിടെയാണെന്ന് വെച്ചാൽ ലോക്ക് ചെയ്ത് വെച്ചിട്ട് പോവുക എവിടെ പോകുമ്പോഴും. അതായത് കോൺഫിഡൻഷ്യലായിട്ട് വെക്കേണ്ടുന്ന കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ കോൺഫിഡൻഷ്യലായിട്ട് വയ്ക്കാം. പിന്നെ പാസ്വേഡൊക്കെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്ന ശീലമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക. ഇനി നിങ്ങൾക്ക് അടുപ്പമുള്ളവർക്കും പറയാതിരിക്കുക, മറ്റ് ആരെങ്കിലും കേൾക്കുകയോ മറ്റോ, അല്ലെങ്കിൽ സിറ്റുവേഷൻ ഒന്നും ആർക്കും പറയാൻ പറ്റാത്ത സാഹചര്യമാണ്. അപ്പോൾ അതുകൊണ്ട് കോൺഫിഡൻഷ്യലായിട്ട് വയ്ക്കേണ്ടത് എല്ലാം കോൺഫിഡൻഷ്യലായിട്ട് തന്നെ വയ്ക്കാൻ ശ്രദ്ധിക്കുക. അല്ലാത്ത പക്ഷം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി തന്നെയാണ് സൂചിപ്പിക്കുന്നത്.
അത് ആ ഒരു കാര്യം മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും. അതേപോലെ തന്നെ 9 ഓഫ് കപ്സ് എനർജി ആൻഡ് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വളരെയധികം നിങ്ങളൊരു ഭയങ്കര ഒരു ഹാപ്പിനെസ് കൊണ്ടുതരുന്ന ഒരു മാസമായിരിക്കും. ചില കാര്യങ്ങളെ സംബന്ധിച്ച് ഇമോഷണലി ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്ന സമയമാണ്. കാരണം ഈ ഒരു മാസം ആഗ്രഹ സബലീകരണത്തിൻ്റെ സമയമാണെന്ന് പറയാം. ആഗ്രഹ സബലീകരണം എന്ന് പറയുമ്പോൾ ഒരു വിവാഹം കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവ്യമാകുന്ന സമയമാണ്. അപ്പോൾ വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് വിവാഹത്തിന് ശ്രമിച്ചിട്ട് നടക്കാതെ പോയത്, അല്ലെങ്കിൽ കുറച്ചധികം നാളായി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിവാഹത്തിൻ്റെ ആ ഒരു സമയം കഴിഞ്ഞു എന്നൊക്കെ നിൽക്കുന്നവർക്ക് വിവാഹ കാര്യങ്ങളൊക്കെ റെഡിയാകുന്നുണ്ട്. അപ്രതീക്ഷിതമായിട്ടുള്ളൊരു പ്രണയമാകാം. ഇവിടെ പ്രണയ അഭ്യർത്ഥനകളൊക്കെ വരുന്നുണ്ട്. അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാതെ ഒരു അറേഞ്ച് മാരേജിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾ. പക്ഷേ നിങ്ങൾ അപ്രതീക്ഷിതമായിട്ടൊരു വ്യക്തിയെ കണ്ടുമുട്ടുന്നതും അത് പ്രണയത്തിലേക്ക് പോകുന്നതും അത് പിന്നീട് വിവാഹത്തിലേക്ക് കലാശിക്കുന്ന ഒരു സാധ്യത ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഇമോഷണലി ഒത്തിരി സന്തോഷം തരുന്ന ഒരു മാസമാണ് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടുന്നതിൻ്റെ തൃപ്തി. അതേപോലെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതോ പുതിയ ജോലി സ്റ്റാർട്ട് ചെയ്യുന്നതിനോ ആയിട്ടുള്ള അവസരങ്ങളൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം സൂചിപ്പിക്കുന്നുണ്ട്. പൊതുവേ പുതിയ പുതിയ പല കാര്യങ്ങളും തുടങ്ങി വെക്കുന്ന സമയമാണ്. അപ്പോൾ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും നേടിയെടുക്കാൻ പോകുന്നു, പുതിയ കാര്യങ്ങൾ തുടങ്ങി വെക്കുന്നു എന്നതിൻ്റെ ഒരു തൃപ്തി. അപ്പോൾ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും നേടുന്നതിൻ്റെ ആ ഒരു തൃപ്തി അനുഭവിക്കുന്ന സമയവും അതേപോലെ തന്നെ ഡ്രീം കം ട്രൂ എനർജിയാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചധികം നാളായിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നേടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ സഫലമാകുന്നു. അതായത് കൺഗ്രാജുലേഷൻസ് എന്നുള്ളൊരു വാക്ക് കേൾക്കാം. അത് ചിലപ്പോൾ അപ്പോയിൻമെൻറ്റ്, യു ആർ അപ്പോയിൻറ്റഡ്, യു ആർ അക്സെപ്റ്റഡ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു അഭിനന്ദനം കേൾക്കാൻ പറ്റുന്ന നിങ്ങൾ ആഗ്രഹിച്ച കാര്യം എന്നുള്ള രീതിയിൽ ഈ ഒരു മാസം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ കിങ് ഓഫ് ഫോൺസ് ഇൻ 3 ഓഫ് സോട്ട്സ് എനർജിയാണ്. അപ്പോൾ ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി നിങ്ങൾ പല കാര്യങ്ങളും ഷോർട്ട് കട്ട് എടുക്കാതിരിക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. പല കാര്യങ്ങളിലും കംപ്ലീഷൻ ഫേസ് ആണ്. കാരണം ഇവിടെ കംപ്ലീറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നു, എന്തെങ്കിലും കംപ്ലീഷൻ ഫേസ് ആണ്, അത് പൂർത്തിയാക്കുന്നുണ്ട്. അപ്പോൾ പൂർത്തിയാക്കാൻ ഇടയ്ക്ക് ചെറിയ കൊച്ചു കൊച്ചു തടസ്സങ്ങൾ വരുമ്പോൾ അത് ഇത്ര സമയത്തിനുള്ളിൽ ഡെഡ് ലൈനിൽ പൂർത്തിയാക്കണം എന്ന് വിചാരിച്ചിട്ട് ഷോർട്ട് കട്ട് എടുക്കാതിരിക്കുക. നിങ്ങൾ വിചാരിച്ച സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾ പൂർത്തിയാക്കും, അതിൽ വിശ്വസിച്ചിട്ട് തടസ്സങ്ങളെ അതിജീവിച്ച് മുന്നോട്ടേക്ക് പോവുക. ഷോർട്ട് കട്ട് ഒരിക്കലും എടുക്കാതിരിക്കുക എന്നുള്ളത് ആദ്യം ശ്രദ്ധിക്കുക. കാരണം ഇവിടുത്തെ എനർജി ഓഫ് 7 ഓഫ് സോട്ട്സ് ഉണ്ട്. പല വഴികളിലൂടെ പല ആളുകളും കുരുട്ടു ബുദ്ധിയോ അല്ലെങ്കിൽ കുറുക്കു വഴികളോ ഒക്കെ ഉപദേശിച്ച് തരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിലൊന്നും വീഴാതിരിക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വരും. അതേപോലെ തന്നെ വളരെ പോസിറ്റീവ് ഹാപ്പി എൻഡിങ്സ് ആണ് പല കാര്യങ്ങളും സൂചിപ്പിക്കുന്നത്. അടുത്തിടയ്ക്ക് പ്രണയ നൈരാശ്യം ഉണ്ടായിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ പ്രണയം അല്ലെങ്കിൽ വിവാഹം തന്നെ സാധ്യമാകുന്ന ഒരു സമയം എന്നുള്ള രീതിയിൽ പറയാവുന്ന ഒരു സമയമാണ്. ഈ ഒരു മാസത്തിൽ നിങ്ങൾ ദൈവികമായിട്ടുള്ളതും അതേപോലെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒത്തിരി താല്പര്യം പ്രകടിപ്പിക്കുന്നതായിട്ടുള്ള ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് സംഭവിക്കുന്ന ഒരു സമയമാണ്. മൂവ്മെൻ്റ് ആണ്. പെട്ടെന്നുള്ള ചില കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ യാത്രകൾ അല്ലെങ്കിൽ നിങ്ങൾ ട്രാൻസ്ഫറോ മറ്റു കാര്യങ്ങളോ ഏതെങ്കിലും സ്ഥലത്തേക്ക് നിങ്ങൾ മാറുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ പെട്ടെന്ന് ആ മാറ്റം സംഭവ്യമാകുന്നുണ്ട്. ഇപ്പോൾ വീട് മാറാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ പറ്റിയ സമയമാണ്. പുതിയ വീട് പണിയുന്നത് സംബന്ധിച്ചും നല്ല സമയമാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. തീരുമാനങ്ങൾ എടുക്കുന്നത് മാത്രം പെട്ടെന്ന് എടുക്കാതിരിക്കുക എന്നുള്ളത്. ചില തീരുമാനങ്ങൾ നിങ്ങൾ ഓൾറെഡി മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടാവും ഇന്നത് ചെയ്യണം എന്നുള്ളത്, പക്ഷേ അതിന് വേണ്ടിയിട്ട് ആക്ഷൻ എടുത്തിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് നടക്കുന്നു എന്നുള്ളതാണ്. തീരുമാനിച്ച് ഉറപ്പിക്കാത്ത കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് ഉറപ്പിക്കാൻ സമയമെടുക്കുമെന്ന് മാത്രം. അതേപോലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് പല കാര്യങ്ങളും താല്പര്യത്തോടു കൂടിയിട്ട് വിദ്യാഭ്യാസ മേഖലയിൽ മുന്നേറാൻ പറ്റുന്ന സമയമാണ്. അത് വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, വിദ്യാഭ്യാസ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും വളരെ നല്ല സമയമാണ്, ആ ഒരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക്. അതേപോലെ തന്നെ വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം എന്ന് പറയുന്നത് കുറച്ച് മടിയുള്ള സമയമായിരിക്കും. അപ്പോൾ അധികം മടി പിടിച്ചിരിക്കാതെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്ന് ആക്റ്റീവായിട്ടിരിക്കുക. വീട്ടമ്മമാരും പ്രായമായിട്ടുള്ള ആളുകളും കുറച്ചുകൂടി ആക്റ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്.
ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.